ഹലോ ഗൈസ്, അപ്പോൾ സമയം 5:30 മണിയായി. ഇത്രയും പൊളിച്ച് നമ്മളങ്ങോട്ടാന്ന് വെച്ചാൽ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോവാണ് മോനെ കാണിക്കാൻ. പക്ഷേ ഇത്രയും രാവിലെ എന്തിനാണ് പോകുന്നതെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ക്യാമറ ഓണാക്കിയ മക്കറക്കളാണ് നിങ്ങളപ്പോൾ കേട്ടത്. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് കോഴിക്കോട് ചേവായിലുള്ള സ്കിന്നിന് മാത്രമുള്ള ഒരു മെഡിക്കൽ കോളേജിലോട്ടാണ്. പണ്ട് ഇതൊരു കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയായിരുന്നു. പിന്നീടാണ് അത് സ്കിന്നിൻ്റെ മാത്രമായിട്ട് അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ കോഴിക്കോട് ഉണ്ടാകുമ്പോൾ നമ്മളെന്തിനാ വെറുതെ പ്രൈവറ്റിലൊക്കെ പോയി പൈസ കളയുന്നല്ലേ. അപ്പം രാവിലെ തന്നെ പോകുന്നത് വെച്ചാൽ അവിടെ ഒരു ദിവസം 900 ആൾക്കാർ വരെ കാണിക്കാൻ വരും. മോനെയും കൊണ്ട് കുറേ നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ ഇറങ്ങിയത്. പക്ഷേ വല്ലാണ്ട് നേരത്തെ ആയിപ്പോയോ എന്നൊരു സംശയം. നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ലായിരുന്നു. മൊത്തത്തിലൊരു മണിച്ചിത്തത്തായി ഫീലായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ. കാരണം ഒരുപാട് ഇങ്ങനെ കുഞ്ഞിങ്ങനെ ഓടുമേഞ്ഞ ഒരുപാട് വീടുകളൊക്കെ ആയിട്ട് നല്ല പീസ്ഫുള്ളായിട്ടൊരു സ്ഥലം. പ്രത്യേകിച്ച് ഇങ്ങനെ കോഴിക്കോട് ഈ ടൗണിൻ്റെ ഉള്ളിൽ ഇത്രയും തിരക്ക് വെച്ച ടൗണിനുള്ളിൽ ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമുണ്ടെന്ന് നമുക്ക് ആ പുറത്ത് നോക്കിയാൽ മനസ്സിലാവത്തേ ഇല്ല. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പം പണ്ട് ഇങ്ങനെ ചികിത്സക്ക് വന്ന ആ കുഷ്ഠരോഗികളൊന്നും പിന്നീട് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടില്ല പോലും. പിന്നെ അവിടെ അവരൊക്കെ അന്തേവാസികളെ പോലെ അവിടെ താമസിക്കുകയാണ്. നമ്മളവിടെ ഒരു മെസ്സൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒരു സംശയം ചോദിച്ചാൽ അവരോട് ചോദിച്ചതാണ്. അപ്പോൾ അവർക്ക് അവിടെ ഫുഡും സൗകര്യമൊക്കെ ആയിട്ട് അവരവിടെ തന്നെയാണ് ഇത്രയും കാലം. പിന്നെ ഒരുപാട് ലേറ്റ് ആവുന്നു, OP സ്റ്റാർട്ട് ചെയ്യാൻ 8 മണിയാവുന്നൊക്കെ കണ്ടപ്പോൾ നമ്മൾ നേരെ പുറത്തിറങ്ങി ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഒരു വെള്ളപ്പവും ഒരടയൊക്കെ മേടിച്ച് നമ്മൾ പാഴ്സൽ വാങ്ങി നേരെ വീണ്ടും തിരിച്ചെത്തുമ്പോഴത്തേക്ക് ആളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരാളെ ഏൽപ്പിച്ചാണ് പോയത്, അതുകൊണ്ട് ഫസ്റ്റ് എന്നെ കാണിക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം എനിക്ക് ഫുഡ് കൊടുത്തു. കാരണം അവന് വിശക്കാൻ തുടങ്ങിയിട്ട് ഇക്ക ഫാർമസി പോയി മെഡിസിനൊക്കെ മേടിച്ച് വന്നു. മെഡിസിനൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ക്രീമും കണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. ബാക്കി ഇതിൻ്റെ ലോങ് വീഡിയോസ് ഞാൻ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഓർമ്മയായിപ്പോയി. പക്ഷേ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.